ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വായെന്ന പോലെ ഉപയോഗിക്കപ്പെടേണ്ടുന്ന പലരും ഉപയോഗിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നിസ്സാരമെന്ന് തോന്നുന്ന, സാധാരണമെന്ന് തോന്നുന്ന ചില വാക്കുകൾ പറയുന്നത് കൊണ്ടാണ്. ദൈവം പ്രവാചകനായ യിരെമ്യാവിനോട് പറഞ്ഞു, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. യിരെമ്യാവ് എന്ത് അധമമായതാണ് സംസാരിച്ചത്? ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ അധമമായതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്ന സാധാരണമായ ചില വാക്കുകൾ മാത്രമേ യിരെമ്യാവ് പറഞ്ഞിട്ടുള്ളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ജീവിതത്തിൽ പറയാറുണ്ട്. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ, സങ്കടങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. ഞാനീ പറയുന്ന കാര്യങ്ങൾ തിരുവചന സന്ദേശം മുഴുവനും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷെ ദൈവം അതിനെ അധമമായ സംസാരമായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. നീ അവരുടെ പക്ഷം തിരിയുകയില്ല, അവർ നിൻ്റെ പക്ഷം തിരിയും. നിന്നെ യുദ്ധം ചെയ്ത് ആരും കീഴ്പ്പെടുത്തത്തില്ല, നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകും. പല സമയങ്ങളിലും നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടുന്നതും നമ്മുടെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മളെക്കുറിച്ചുള്ള ദൈവിക വിളിയിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയും ചെയ്യുന്നത് നിസ്സാരമെന്ന് കരുതുന്ന ചില വാക്കുകൾ കൊണ്ടാണ്. ഈ തിരുവചന സന്ദേശം മുഴുവനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പ്രവാചകനായ മലാഖിയുടെ പുസ്തകത്തിൽ നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ എന്നെ മുഷിപ്പിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. വ്യർത്ഥ സംസാരത്തിൽ അതേ കാലം കഴിക്കരുത്, അല്ലെങ്കിൽ സമയം കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. മനുഷ്യർ പറയുന്ന നിസാര വാക്കിന് പോലും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, ദൈവകരങ്ങളിൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ദൈവമനുഷ്യനാണ് യിരെമ്യാവ്. പകരം വെക്കാൻ ആരുമില്ലാതെ, മനുഷ്യൻ്റെ മുഖം നോക്കാതെ കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്ന് വിളിപ്പേരുള്ള ശക്തനായ വലിയ പ്രവാചകന്മാരിൽ ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് വിശേഷണങ്ങൾ കൊടുക്കാനായിട്ടുണ്ട്. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കലും ബാബിലോൺ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തത്തില്ലെന്ന് കള്ളപ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുമിച്ച് നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് അതേ നെഞ്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു നിന്ന ശക്തനായ പ്രവാചകൻ ഇടയ്ക്ക് തളർന്നുപോയി. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്കുകളുടെ ഒടുവിൽ ദൈവം പറഞ്ഞ വാക്കുകളാണ് കുറച്ചു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താണ് ആ വാക്കുകളെന്നറിയാമോ? അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെ ആകും. സത്യത്തിൽ ദൈവത്തിൻ്റെ വാ പോലെ ആകാനായി ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ് യിരെമ്യാവ്. കാരണം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം കണ്ടതാണ്. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പ്രവാചകനായി ദൈവം വിശുദ്ധീകരിച്ചതാണ്. പിന്നീട് ഞാൻ ബാലനാണെന്ന് പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം വായെ തൊട്ടിട്ട് വായിൽ വചനത്തെ, എൻ്റെ വചനത്തെ ഞാൻ നിൻ്റെ വായിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നാവിൽ വചനമാക്കിയൊരു ശുശ്രൂഷകനാണ്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടവും. മറ്റ് പലരിലും നമ്മൾ കാണാൻ പറ്റാത്തവണ്ണമുള്ള ദൈവിക ഇടപെടലുകൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ ശുശ്രൂഷ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ അദ്ദേഹം ഒത്തിരി മുറിവേൽക്കപ്പെട്ടവനായി, വേദനപ്പെട്ടവനായി അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് 15-ാം അധ്യായത്തിൻ്റെ ഒരു 17 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അദ്ദേഹം ദൈവമുമ്പിൽ പറഞ്ഞ ചില വാക്കുകൾ, ആ വാക്കുകളാണ് ദൈവം പറഞ്ഞത്, നീ മടങ്ങി വന്നാൽ എൻ്റെ മുമ്പിൽ നിൽക്കും, അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ. എന്തധമമായതാണ് യിരെമ്യാവ് പറഞ്ഞത്? ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ടവരെ, വചനത്തെ നന്നായി മനസ്സിലാക്കണം. ഞാൻ ഈ അധമം എന്ന് പറയുന്ന ആ ഒരു പദം, അധമം എന്ന് പറയുന്ന ആ ഒരു പദം, നമ്മൾ ഈ അധമം എന്ന് പറയുന്നത് എന്തിനെയാണ്? തെറി വിളിക്കുമ്പോൾ നമ്മൾ പറയും
അധമം. ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ പറയും അധമം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമ്പോൾ ചിലർ പറയും അധമം. മോശമായ സംസാരങ്ങളെയൊക്കെ അധമമെന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മുടെ കണ്ണിൽ ഇരമ്യാവിൻ്റെ വാക്കുകൾ അധമമല്ല, സർവ്വസാധാരണമാണ്, എല്ലാവരും പറയുന്നതാണ്. നമുക്ക് വിഷമവും പ്രയാസവും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ സർവ്വസാധാരണമായി പറയുന്ന വാക്കുകളാണ്. നമ്മൾ തന്നെ പറയും എല്ലാവരും ഇങ്ങനെ പറയുന്നതല്ലേ, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ കുഴപ്പം? പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവകൃപ ആ വാചകങ്ങളിൽ നഷ്ടപ്പെട്ടു പോകും. എന്താണ് ഇരമ്യാവ് പറഞ്ഞ അധമമായ വാക്കുകൾ എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇരമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നത് എന്തിന്? എന്നിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളം പോലെ ആയിരിക്കുമോ? അതായത് ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. 70 വർഷത്തെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ പോകുന്നതിന് മുമ്പ് പ്രവചിച്ചൊരു പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തു, ബാബിലോണിയ പ്രവാസം കാണുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ജനങ്ങൾ ഒട്ടുമിക്ക സമയങ്ങളിലും അംഗീകരിച്ചില്ല. അദ്ദേഹത്തിന് അത് വിഷമവും ഇല്ലായിരുന്നു. പക്ഷേ ചില സമയങ്ങളിലേക്ക് വന്നപ്പോൾ അദ്ദേഹം മാനസികവും ശാരീരികവുമായി തകർക്കപ്പെട്ടവനായി മാറി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില ഒറ്റപ്പെടലുകളിൽ, വേദനകളിൽ താൻ സന്തോഷത്തോടെ നിന്നെങ്കിലും ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം ഒന്ന് പതറിപ്പോയി. നമ്മൾ പല സമയങ്ങളിൽ പതറിപ്പോകുന്നവരാണ്. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പതറിപ്പോകുന്ന സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അറിഞ്ഞ സത്യത്തെയും നമ്മുടെ പക്ഷത്തേക്ക് മറ്റുള്ളവർ വരികയും ചെയ്യണമെങ്കിൽ നമ്മൾ പിന്മാറാതെ ഉറപ്പോടെ നിന്നെങ്കിലേ കഴിയത്തുള്ളൂ. എങ്ങനെയും ജീവിച്ചാൽ നമുക്കങ്ങനെ പോകാനായിട്ട് പറ്റില്ല. അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചൊക്കെ നിന്ന് കുടുംബാംഗങ്ങളെ പോലും വിശ്വാസത്തിലേക്കൊക്കെ കൊണ്ടുവന്ന ആളുകളുണ്ട്. അവരോടൊക്കെ നമ്മളൊന്ന് ചോദിക്കണം, പ്രിയ സഹോദര സഹോദരി, എങ്ങനെയാ അവർ പല ചടങ്ങുകളിൽ നിന്ന് അവരൊഴിഞ്ഞു മാറി, അവർ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അവരൊറ്റപ്പെട്ടു പോയി. പക്ഷേ അവിടെയൊക്കെ അവരോട് ചേരാതെ മാറി നിന്ന് ഒഴിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ കാലങ്ങളിൽ, ദൈവത്തിന് സ്തോത്രം, ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ഇവർ കൊടുത്ത വില നിമിത്തം ഈ മറ്റുള്ളവർ കൂടെ ഇവരുടെ പക്ഷത്തേക്ക് എത്താനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് കേൾക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതൊരു വീഡിയോയുടെ ഉള്ളിലാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു, പാസ്റ്റർ ഓണത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മുടെ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ അത് മതപരമായ പല വികാരങ്ങളെയും വ്രണപ്പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പരിജ്ഞാനത്തോടെ വേണമല്ലോ എന്തെവിടെ പറയുന്നു എന്നുള്ള ബോധം നമുക്ക് വേണം. എന്നാൽ ഞാൻ ആത്മീക കൂട്ടായ്മകളിലും ദൈവജനം ഒരുമിച്ച് കൂടുന്നിടത്ത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ എനിക്കറിയാം, വിശ്വാസത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്നവർ, കുടുംബാംഗങ്ങൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർ അതിനോട് കൂടെ അങ്ങ് ചേരുകയാണ്, അവരുടെ കൂടെ ആഘോഷിക്കാനും അവരുടെ കൂടെ ചെയ്യാനും. പക്ഷെ അവരൊക്കെ എത്ര നാൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വിടുതലുണ്ടാകുമോ? കാരണം അവരുടെ കൂടെ പോകുക. പക്ഷേ അങ്ങനെയല്ലാതെ വിശുദ്ധിയിലും വേർപാടിലും ഇതിൽ നിന്നെല്ലാം സ്നേഹത്തോടെ, ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഈ വചനത്തിൽ നിന്ന് ഇതൊന്നും സ്നേഹമെന്ന് പറയുമ്പോൾ ഇതല്ല, സ്നേഹത്തോടെ ഇതിൽ നിന്ന് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടെ ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? കാലങ്ങൾ കഴിയുമ്പോൾ ആമേൻ, നീ ഉയർത്തിപ്പിടിച്ച സത്യം സത്യമാണെന്ന് ദൈവം തെളിയിക്കും. അങ്ങനെയൊക്കെ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പം ഇങ്ങനെ ഇരമ്യാവ് നിന്നതുകൊണ്ട് ഇരമ്യാവിൻ്റെ സങ്കടം ഭയങ്കരമായിരുന്നു. ഞാൻ മുമ്പോട്ട് പോകാം. അപ്പം ഇരമ്യാവ് ദൈവത്തോട് പറയുക, നിരന്തരമായ വേദന. എന്ത് വേദനയാണ്? ഒറ്റപ്പെടലിൻ്റെ വേദന, അവഗണനകളുടെ വേദന. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ദൈവിക വിളിയെല്ലാം ഉണ്ടായിട്ടും ശുശ്രൂഷ ഉണ്ടായിട്ടും അദ്ദേഹം
വേദനപ്പെട്ടു പോയി. ആ വേദന എന്താണെന്നും ആ വേദനയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം. 15-ാം അധ്യായത്തിൻ്റെ തന്നെ 16-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവ് ദൈവത്തോട് പറയുക, ഞാൻ നിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചു, അതെനിക്ക് സന്തോഷമായി, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല, നീ എന്നെ തനിച്ചിരുത്തി. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ യിരെമ്യാവിൻ്റെ ആ ഒരു വാചകങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ദൈവത്തോടു കൂടെ നടന്നത് സന്തോഷമായിരുന്നു. എന്നെ തനിച്ചിരുത്തി, എന്നെ ഈ ആളുകളുടെ ഇടയിൽ നിന്നും മാറ്റി, എന്നെ ഒറ്റയ്ക്കാക്കി, അന്നേരം ഞാൻ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചു, അതെല്ലാം സന്തോഷകരമായിരുന്നെങ്കിലും ഇവിടെ വരുന്ന ചില വാക്കുകളിൽ എൻ്റെ വേദന നിരന്തരം, എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നൊരു ചോദ്യം. അതായത് ചിന്താഗതികൾ മാറിപ്പോകുന്നത് പോലെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ബൈബിൾ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തെ ദൈവനിശ്വാസിയുമായ പുസ്തകമാണെന്ന്, ദൈവത്തിൻ്റെ പുസ്തകമാണെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗുണവും ദോഷവും ഈ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ യിരെമ്യാവ് ശക്തനായ ഒരു ശുശ്രൂഷകനായതുകൊണ്ട് ഇതിനെ കളഞ്ഞില്ല, എന്നാൽ ഇത് വേണ്ട, അയ്യോ അദ്ദേഹം നാണക്കെടുവല്ലോ, എൻ്റെ ദാസനെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അല്ല, പോസിറ്റീവും നെഗറ്റീവുമായ ഓരോരുത്തരുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യിരെമ്യാവ് ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എനിക്ക് ചതിക്കുന്ന തോട് പോലെ, വറ്റിപ്പോകുന്ന വെള്ളം പോലെ. ഞാൻ ഈ ചതിക്കുന്ന തോടും, ദൈവത്തെക്കുറിച്ച് യിരെമ്യാവ് പറയുക, ചതിക്കുന്ന തോട്, വറ്റിപ്പോകുന്ന വെള്ളം. ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്താ കർത്താവേ, ഞാൻ വഞ്ചിക്കപ്പെട്ടോ, എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഇറങ്ങി ഭയങ്കരമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മുമ്പോട്ട് എന്തായി തീരുമെന്നറിയാതെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് ജീവിതത്തിൻ്റെ ചില സാഹചര്യത്തിൽ ദൈവമേ ഞാൻ ചതിക്കപ്പെട്ടോ, ഞാൻ വഞ്ചിക്കപ്പെട്ടോ. പക്ഷേ അന്നും ദൈവം നമ്മളെ സ്നേഹത്തോടെ കരുതി നമ്മളെ കറക്റ്റ് ചെയ്തു, നമ്മളങ്ങനെ പറയില്ലെന്ന് വചനത്തിലൂടെ മനസ്സിലാക്കി പലതവണ ഇടപെട്ടു. പക്ഷേ നമ്മുടെ ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ പറയും, പക്ഷേ നമ്മളത് തുടർന്നു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിലങ്ങ് നിർത്തിയേക്കണം. ദൈവത്തിന് സ്തോത്രം, ആമേൻ. അന്ന് എന്നോട് ദൈവം തന്നെ ദാസന്മാരെ എൻ്റെ അരികിൽ അയച്ച് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. ഇന്ന് ആ വാഗ്ദത്തങ്ങളെല്ലാം പലതും എൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം യിരെമ്യാവ് ദൈവത്തോട് ചോദിക്കുക, നീ എനിക്ക് ചതിക്കുന്ന തോടാണോ, അടുത്തത് വറ്റിപ്പോകുന്ന വെള്ളമാണോ? എന്താണ് അതിൻ്റെ അർത്ഥം? വെള്ളമുണ്ടെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഓടി ഒരു നീരുറവയിലേക്ക് എത്തുമ്പോൾ അവിടെ വെള്ളമില്ല, എന്നെ ചതിക്കുക. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നിരന്തരമായി ഒരു കാലഘട്ടത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, ദൈവം തൻ്റെ വചനത്തെ നാവിൽ കൊടുത്തവൻ, ശുശ്രൂഷ ശക്തമായി ചെയ്തുകൊണ്ടിരുന്നവൻ, യിരെമ്യാവിന് മാത്രമല്ല കേട്ടോ, പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഞാൻ കളിക്കാരുടെ കൂടെ ഒന്നും ഇരുന്നിട്ടില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഇതിനെ സാധാരണമായ വാക്കുകളായിട്ടാണ് കണക്കാക്കുന്നത്, ഇല്ലേ? എല്ലാവരും ഇതൊക്കെ പറയും. പക്ഷേ ദൈവം ഈ വാക്കുകളെ വളരെ ഗൗരവമായിട്ടാണ് എടുത്തത്, വളരെ ഗൗരവമായിട്ട്. എന്താണ് ദൈവം എടുത്തത്? ദൈവം പറയുകയാണ്, അധമമായതൊഴിച്ച് നീ ഉത്തമമായത് പ്രസ്താവിച്ച. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പം എനിക്കൊരു സംശയം ഉണ്ടായി. ഇത് ശരിക്കും ദൈവം യിരെമ്യാവിനോട് തന്നെയാണോ പറഞ്ഞത്? കുറേ തവണ വായിച്ച് നോക്കി, കുറേ ട്രാൻസ്ലേഷൻ നോക്കി, ദൈവസന്നിധി ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ഇത് ഇസ്രായേലിനോടല്ല പറഞ്ഞത്, യിരെമ്യാവിനോടാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ ശരിക്കും ഭയപ്പെട്ടു പോയി. ദൈവമേ, യിരെമ്യാവ് എന്ന് പറയുന്ന മനുഷ്യന് ഇങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയൊക്കെ ദൈവം യിരെമ്യാവ് അങ്ങയുടെ ദാസനോട് ദൈവം ഇങ്ങനെയൊക്കെ കയറി പറഞ്ഞു. ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം യിരെമ്യാവിനോട് തന്നെയാണ് ഇത് പറയുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, നീ മടങ്ങി വന്ന. അപ്പം ഞാൻ ചിന്തിച്ചത് നീ മടങ്ങി വന്നാലെന്ന് ദൈവം പറഞ്ഞത് ഇസ്രായേലിനോടാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഇസ്രായേലിനോടല്ല, ഇത് യിരെമ്യാവിനോടാണ്. കാരണം എന്താണെന്നറിയാമോ? നീ അവരുടെ പക്ഷമല്ല, അവർ നിൻ്റെ പക്ഷം ചേരും. അപ്പോൾ ഇത് യിരെമ്യാവിനോടുള്ള വാക്കുകളാണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, നമ്മൾ ചിന്തിക്കും ഇത് ഇസ്രായേലിനോടുള്ള വാക്കുകളാണെന്നല്ല, ഇത് യിരെമ്യാവിനോടുള്ള വാക്കുകളാണ്. ഇസ്രായേലിനോട് പറഞ്ഞാൽ ഓക്കെ, സാധ്യതയുണ്ട്. കാരണം ഇസ്രായേൽ പലതവണ, കാരണം ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒരു വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ 15-ന്റെ 6-ാമത്തെ വാക്യമാണ്. അവിടെ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ കരുണ കാണിച്ചു മടുത്തിരിക്കുന്നു.
15:6 ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. അപ്പം ഇസ്രായേലിനോട് ദൈവം പറയുക നീ അധമമായത് പ്രസ്താവിക്കരുതെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ന്യായമായ കാര്യമാണ്. കാരണം കരുണ കാണിച്ച് ദൈവം അവരോട് മടുത്തു, അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ മനുഷ്യനോട്, ഈ കണ്ണുനീരിൻ്റെ പ്രവാചകനോട്, ഇത്ര ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യനോട് ദൈവമേ അങ്ങ് എന്താണ് ഈ സംസാരിക്കുന്നത്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇരമ്യാവിനോട് തന്നെയാണ്, ഇരമ്യാവിനോട് തന്നെയാണ്. അപ്പോൾ ഇരമ്യാവ് പറഞ്ഞ വാക്കുകൾ ദൈവത്തിന് വേദനയുണ്ടാക്കി. നമ്മളൊക്കെ എത്ര ശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നവരാണെങ്കിലും, ദൈവത്തിന് വിളിയുണ്ടെങ്കിലും അഭിഷേകമുണ്ടെങ്കിലും നമ്മുടെ ചില സമയത്തെ വാക്കുകൾ ദൈവത്തെ വേദനപ്പെടുത്തും. ആ വാക്കുകൾ കൊണ്ട് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയാതെ പോകും. നമ്മൾ നിസാരമെന്ന് കണക്കാക്കുന്ന നമ്മുടെ ചില സംസാരങ്ങൾ എന്താണ് ദൈവത്തിന്? നീ മടങ്ങി വന്നാൽ, കേട്ടോ, ഇരമ്യാവിനോട് ദൈവം പറയാ നീ മടങ്ങി വന്നാൽ. അപ്പോൾ ഇതും ഇരമ്യാവിനോട് തന്നെയാണോ ഇത് പറഞ്ഞത്? നിങ്ങൾ ആ ഭാഗം പഠിക്കുക, ഞാൻ പറയുന്നതിന് നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് പേഴ്സണലി പറയുക ദൈവദാസനെ അങ്ങനെയല്ല എന്ന് പറയുക. എനിക്ക് അത്ഭുതം തോന്നി, ഇരമ്യാവ് എവിടെയാണ് മടങ്ങി വരേണ്ടത്? നമ്മളിവിടെയാണ്, പാസ്റ്റർ റെൻസൺ ഇവിടെയാണ് മടങ്ങി വരേണ്ടത്. 10-18 കൊല്ലം കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് കണക്ക് കൂട്ടിയപ്പോൾ 18 വർഷമായിട്ട് സഭാ ശുശ്രൂഷ ചെയ്യുകയും അത്രത്തോളം അതിനെല്ലാം വർഷങ്ങൾ 97 ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുന്നത്, രക്ഷിക്കപ്പെടുന്നത് 97. അപ്പോൾ നിങ്ങൾ കണക്കാക്കിക്കൂ, 2007 മുതൽ ഞാൻ സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. 2007 മുതൽ 8 മുതൽ. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്ന എന്നോട് ദൈവം പറയുക നീ മടങ്ങി വരണം. ഞാനിവിടെയാണ് മടങ്ങി വരേണ്ടത്? എനിക്ക് എന്നതാ കുഴപ്പം? നമ്മൾ കള്ളു കുടിക്കുന്നതോ ചീത്ത വിളിക്കുന്നതോ വ്യഭിചാരം ചെയ്യാൻ പോകുന്നതോ ഒക്കെ അതിനെയൊക്കെ വലിയ പാപങ്ങളായിട്ട് കണക്കാക്കുക. പക്ഷെ ദൈവം പറയുന്നത് നീ മടങ്ങി വരണം. എവിടെ മടങ്ങി വരണം? നിൻ്റെ വാക്കുകളിൽ മടങ്ങി വരണം. നിൻ്റെ സംസാരം അതിര് കടക്കുന്നു. നീ ഇങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ചതിക്കപ്പെട്ടോ, ഞാൻ വഞ്ചിക്കപ്പെട്ടോ, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി അബദ്ധമായി പോയോ ജീവിതത്തിൽ? ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ നമ്മളും പറയാറില്ലേ? ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് പറയുക, കർത്താവേ, ഞാൻ അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ ആമേൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നീ മടങ്ങി വരിക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തലമുറകളായി ദൈവത്തെ അറിയുന്നവരായിരിക്കാം, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തവും ശക്തവുമായി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് മാത്രമല്ല, ഇത് എന്നോട് സംസാരിക്കുകയാണ്, നമ്മളോട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? നീ മടങ്ങി വന്നാൽ എൻ്റെ മുമ്പാകെ നിൽക്കും. മടങ്ങി വരണം. മടങ്ങി വരേണ്ടുന്ന മേഖലകളിൽ മടങ്ങി വരിക. 2, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കണം. നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ വാക്കുകളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മനുഷ്യർ പറയുന്ന നിസ്സാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. വ്യർത്ഥ വാക്കുകൾ, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, വാക്കുകളാൽ ദൈവത്തെ മുഷിപ്പിക്കുന്നു. വ്യർത്ഥ സംസാരത്തിൽ ദിവസം പോക്കുന്നു. ബൈബിളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വായെ, നമ്മളെ ദൈവത്തിൻ്റെ വായ് പോലെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കാൽവറി ക്രൂശിൽ അവിടുന്ന് ചെയ്തെടുത്ത പൂർത്തീകരിച്ച മഹത്വമായ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ പകരക്കാരായി ചെയ്തെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു നിലവാരത്തിൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ വെറുതെ ഇരുന്നത് കൊണ്ട് ഒരിക്കലും അവർ ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. നമ്മുടെ നാവിന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ വാക്കുകളിൽ മാനസാന്തരം ആവശ്യമാണ്. യെശയ്യാവിൻ്റെ നാവെ പോലും ആ യാഗപീഠത്തിൻ്റെ കനലുകൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അദ്ദേഹം ശുദ്ധീകരിക്കപ്പെട്ടു. തൻ്റെ കുറ്റത്തെക്കുറിച്ച് തനിക്ക് ബോധ്യം വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം തന്നെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അടുത്തത്, അവർ നിൻ്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയുകയില്ല. അടുത്തത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ജനത്തിന് മുമ്പിൽ ഞാൻ നിന്നെ താമ്രഭിത്തിയാക്കി വെക്കുകയാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കില്ല. പോരാട്ടങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ വീണ് തകർന്ന് ഉടഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, ജയാളിയായി എന്നും നിലകൊള്ളണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, മടങ്ങി വരണം. 2, വാക്കുകളെ ശ്രദ്ധിക്കണം. നിസ്സാരമെന്ന് തോന്നുന്ന വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയുക. ഞാൻ നിന്നെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്തത്, ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും, അടുത്തത്, നിഷ്കണ്ഠന്മാരുടെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ വീണ്ടുകൊള്ളും. പിന്നീടുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യിരെമ്യാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല.
ഈ 15-ാമത്തെ അധ്യായം കൊണ്ട് തൻ്റെ ശുശ്രൂഷ തീർന്നില്ല. അധ്യായങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പഴയതിനേക്കാൾ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഈ ദൈവമനുഷ്യനെ ദൈവം കളഞ്ഞില്ല. ചരിത്രത്തിൻ്റെ താളുകളിൽ ഇല്ലെങ്കിൽ യോനായുടെ പുസ്തകം പോലെ 4 അധ്യായത്തിൽ തീർന്നേനെ, യിരെമ്യാവിൻ്റെ പുസ്തകവും ചിലപ്പോൾ 15 അധ്യായത്തിൽ തീർന്നേനെ. പക്ഷേ അധ്യായങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ തനിക്ക് കഴിഞ്ഞു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സാധാരണമെന്ന് തോന്നുന്ന പല വാചകങ്ങളും വാക്കുകളും ഞങ്ങളൊക്കെ പറയാറുണ്ട്. ഇസ്രായേൽ ജനത്തിന് ഈ കനാൻ ദേശത്തിലേക്ക് കടക്കാൻ പോയതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഉറ്റുനോക്കാൻ വന്നവർ പറഞ്ഞ ദുർവർത്തമാനമാണ്, അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ വാക്കുകൾ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക, ദൈവം തരുമെന്ന് പറയുക, ദൈവം നടത്തുമെന്ന് പറയുക, ദൈവം ഓർക്കുമെന്ന് പറയുക, ദൈവം സഹായിക്കുമെന്ന് പറയുക, ദൈവത്തിന് സ്തോത്രം, ദൈവം രോഗത്തിന് സൗഖ്യം തരുമെന്ന് പറയുക. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഈ തിരുവചന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെയൊക്കെ വാക്കുകൾ ദൈവത്തിന് പ്രസാദകരമായി തീരണം. എല്ലാറ്റിലും അങ്ങയുടെ നാമം മഹിമപ്പെടണം. ദൈവത്തിന് വേണ്ടി അങ്ങയുടെ നാവായി ഉപയോഗിക്കപ്പെടേണ്ടുന്നവരാണ് ഞങ്ങൾ. അതിന് തടസ്സമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് നീക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.